എന്താ വേണോട്ടാ? ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് മാഡം, അത് പറയാനാണ് ഞാൻ വന്നത്. എന്ത് പ്രശ്നം? ഓർക്കാപ്പുറത്ത് വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരു എതിർപ്പ്. രാധ എതിരാ. എന്റെ ഭാര്യ രാധമ്മ, അവൾ ഈ കല്യാണത്തിനെതിരാ. രാധമ്മ ചേച്ചി അങ്ങനെ അവനുള്ള ഒരു സാധ്യതയില്ലല്ലോ. വേണോട്ടം പറയുന്നത് മാത്രം അനുസരിച്ച്. അതൊക്കെ അങ്ങനെ ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് അവൾക്കൊരു മാറ്റം. ആ രമ്യ രാജുവിനെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് അവന്റെ പുറകെ നടക്കുകയാണല്ലോ. അത് ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അവളും അവളുടെ അമ്മ ആ പലിശക്കാരിയും കൂടി രാധമ്മയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. രാധമ്മ ചേച്ചി അങ്ങനെ എതിർത്ത് നിന്നാ അത് കുഴപ്പമല്ലേ വേണോട്ടാ? ആ, കുഴപ്പമാണ്. അവളെ എരിവ് കയറ്റാനും എനിക്കെതിരെയാക്കാനും വീട്ടില് വേറെ ചില ആൾക്കാരുണ്ട്. അതില് മുൻപന്തിയില എന്റെ മരുമകൻ ജയൻ. ഇവരെ എല്ലാവരെയും ആ രമ്യ സ്വാധീനിച്ച് അവളുടെ പക്ഷത്താക്കിയിരിക്കുക. എനിക്ക് വളരെ സീരിയസ് ആയ ഒരു കാര്യം വേണോട്ടോട് ചോദിക്കാനുണ്ട്. എന്താ മാഡം? അല്ല, ഈ രാജു രമ്യൻ തമ്മിൽ എങ്ങനെയാ? അത് ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. അവന് അവളെ കാണുന്നതേ ഇഷ്ടമല്ല മാഡം. പിന്നെ ഒരു പെൺകുട്ടിയല്ല. അതൊന്നും കാര്യമാക്കാനില്ല. ഞാൻ ഋതുമോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഈ കല്യാണം നടക്കണം വേണോട്ടാ. അതിനെന്താ വേണ്ടത്? അത് തന്നെയാണ് മാഡം ഞാനും ആലോചിക്കുന്നത്. തൽക്കാലത്തേക്കുള്ള എതിർപ്പേ രാധമ്മയ്ക്ക് കാണും. കല്യാണം കഴിയുമ്പോ അതൊക്കെ എങ്ങ് മാറിക്കോളും. കല്യാണം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടത് മാറുമല്ലോ. പക്ഷെ കല്യാണം എങ്ങനെ നടത്തിയെടുക്കും? അതാലോചിക്കാനാ ഞാൻ മാഡത്തിന്റെ അടുത്തേക്ക് വന്നത്.